കൃഷ്ണദാസ് മുരളി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഭരതനാട്യം. സൈജു കുറുപ്പ്, സായ്കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ഒരു ഒന്നൊന്നര അടിപൊളി സിനിമയാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം ഫീൽ ഗുഡ് സിനിമയാണ്. അതായത് ആ സിനിമയിൽ സൈജു കുറുപ്പ് മോനായിട്ടും അച്ഛനായിട്ട് സായ്കുമാറും അമ്മയായിട്ട് കലാരഞ്ജിനി, പിന്നെ സഹോദരങ്ങൾ, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ്. ഒന്നൊന്നര പടമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇടിയും കുത്തുമൊന്നും ഇല്ലാതെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു നല്ല സൂപ്പർ സിനിമയാണ്. അതിൻ്റെ അകത്ത് ഇവരുടെ എല്ലാം ഭാവാഭിനയവും ഭയങ്കര രസകരമായ രീതിയിൽ ആ സിനിമ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടത് തിയേറ്ററിൽ നിന്ന് മിസ്സായിപ്പോയെന്ന് അറിയത്തില്ല. ഞാനും തിയേറ്ററിൽ കണ്ടില്ല സിനിമ. ഇപ്പോൾ OTT റിലീസ് വന്നപ്പോഴാണ് സിനിമ കണ്ടത്. നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു രസമാണ്. അതായത് സായ്കുമാർ, അപ്പനായ സായ്കുമാർ ഒപ്പിക്കുന്ന ഒരു ചെറുതല്ല ഒരു കാര്യം, ഒരു പണി ഒപ്പിക്കും. അത് പുള്ളിയുടെ ഒരു അസുഖത്തെ തുടർന്നാണ് സംഭവം വെളിച്ചത്താകുന്നത്. അപ്പം വേറൊരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ അത് പറഞ്ഞാൽ ശരിയാകത്തില്ല. പക്ഷേ ഒരു സിനിമയായിട്ട് കണക്ഷനുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. പക്ഷേ അതിലെ ഒരു ഭാഗമായിട്ട് കണക്ഷനുള്ള രീതിയിലാണ്. പക്ഷേ നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നന്നായിട്ട് നല്ല രീതിയിൽ ഒരു അമ്പലവും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കാര്യങ്ങളും പിന്നീട് സൈജു കുറുപ്പിൻ്റെ കുടുംബവും ആ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങളും നല്ല രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ്. നമ്മൾ കുറേ നാളായിട്ട് അന്യം നിന്ന് പോയ ചില സിനിമകളുണ്ടല്ലോ, കൂട്ടുകുടുംബം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലേക്ക് വീണ്ടും എന്താ പറയുന്നത് ഒരു സിനിമ എത്തിയേക്കുന്നതാണ്. നമ്മൾ ഇത്രയും നാളും കണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കഥയാണ്. നമ്മളിപ്പോൾ സാധാരണ സിനിമകളിൽ ചിരിക്കാനൊക്കെ ഒത്തിരി തക്കിട തരികിട പരിപാടികളൊക്കെ ഒപ്പിക്കുന്ന കാലത്ത് ഇത് ഭയങ്കര രസകരമായ രീതിയിൽ ഇതിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് തന്നെ നൈസായിട്ട് ചിരി വരികയും നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരു സിനിമ തുടങ്ങി അതിൻ്റെ ഓരോ കഥാസന്ദർഭങ്ങളനുസരിച്ച് നമ്മുടെ മനസ്സിൽ ചിരിയും അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും നമുക്ക് അവസാനത്തോടെ അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊന്നും ഒഴുകിയ ഒരു സീനുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അത് കണക്റ്റ് ആവുന്നു. പക്ഷേ ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ സിനിമയിൽ ലയിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ആ സിനിമേനെ കണ്ട് അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗമൊക്കെയാണ്. അപ്പം എന്തായാലും ഇതൊരു കുടുംബത്തിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും ഒക്കെയാണ്. വളരെ രസകരമായ രീതിയിൽ പറഞ്ഞു പോകുന്ന കഥ നല്ല രീതിയിൽ തന്നെ അത് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിനകത്ത് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഇതിലെ നടന്മാരായ മെയിനായിട്ട് പ്രധാനമായിട്ടും പറയേണ്ടത് സൈജു കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രൊഡക്ഷനിൽ അദ്ദേഹം ഭാഗമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. സൈജു കുറുപ്പ് ഫിലിംസ് എന്നോ എൻ്റർടൈൻമെൻറ്റ്സ് എന്നോ മറ്റുമാണ് ഇതിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. പക്ഷേ എന്തായാലും നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. സംവിധായകന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം ഇങ്ങനെ ഒരു സിനിമ ഇത് നല്ലൊരു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇനി മുൻപ് വേറെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല തുടക്കം എന്നുള്ള രീതിയിൽ പോകാം. കാരണം പിന്നെ സൈജു കുറുപ്പിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന് നല്ല ഒത്തൊരു നായകനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സിനിമകൾ കൊണ്ടുപോകാൻ പറ്റും. നല്ല നായകനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ ഉണ്ടായ നായകനായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിന് അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഒന്നൊന്നര കഥാപാത്രമാണ് ശശീന്ദ്രൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. അപ്പോൾ എന്തായാലും ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നല്ല പടമാണ്. എല്ലാവരും വീടുകളിൽ ഇരുന്ന് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണണം. ഭരതനാട്യം നല്ല സിനിമയാണ്.